ഈ ലോകം വിട്ടു പോകാൻ നേരം ഒരു നുറു കപ്പം മുറിച്ചു കൊടുത്ത് ഈശോ പറഞ്ഞു, എന്നെ ഓർക്കണം. പാപിനിയായ സ്ത്രീയെയും രക്തസ്രാവക്കാരിയെയും കടലിലകപ്പെട്ട ശിഷ്യരെയും കല്ലറയെങ്കൽ കരഞ്ഞെത്തിയ മറിയത്തെയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച തൻ്റെ ചങ്കായ ഈശോയെപ്പോലെ വിശുദ്ധ ക്ലേലിയ തൻ്റെ കൂട്ടുകാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നാം ഒരുമിച്ചാരംഭിച്ച നന്മയുടെ പാതയിലൂടെ മുന്നേറുക. ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്നും സഹായിക്കും. തൻ്റെ മരണക്കിടക്കയിൽ കിടന്നവൾ പറഞ്ഞു, ഞാനിവിടെ സന്തോഷത്തോടെ മരിക്കും. ഈ മുറി ഒരു കപ്പേളയാകും. ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടും. പ്രാർത്ഥിക്കാനായി നിങ്ങളിവിടെ ഒത്തുചേരും. ഇവിടെ നിങ്ങൾ ആശ്വാസവും സമാധാനവും കണ്ടെത്തും. വീണ്ടും അവൾ പറഞ്ഞു, കരയരുത്. ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടുപിരിയുകയില്ല. നിങ്ങളോടൊത്ത് നിങ്ങളുടെ മധ്യ ഉണ്ടായിരിക്കും. നമ്മുടെ സമൂഹം എന്നും നിലനിൽക്കും. നമ്മുടെ സമൂഹത്തിലെ അംഗങ്ങൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും രക്ഷപ്രാപിക്കും. പിന്നീട് തൻ്റെ പിൻഗാമിയായി കണ്ട ഓർസലയോട് അവൾ പറഞ്ഞു, പള്ളിയോട് ചേർന്ന് ആ വയൽ നീ കാണുന്നുണ്ടോ? അവിടെ നമുക്കായി ഒരു പുതിയ ഭവനം ഉയരും. നിങ്ങൾ വർദ്ധിക്കും. സമതലങ്ങളിലും മലനിരകളിലുമായി കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾ വ്യാപിക്കും. അത് പ്രിയമുള്ളവരെ, ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നോണം കടലുകളും കുന്നുകളും താണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലേലിയ മക്കൾ ഇന്നും സുവിശേഷ വേല ചെയ്തു വരുന്നു. നമ്മുടെ അമ്മയായ വിശുദ്ധ ക്ലേലിയ ഈ തിരുനാൾ ദിനങ്ങളിൽ സ്വർഗത്തിൽ നിന്നും നമുക്കായി അനുഗ്രഹത്തിൻ്റെ പനിനീർ പൂക്കൾ പൊഴിക്കട്ടെ.